നമസ്കാരം. ഹലാൽ സംബന്ധിച്ചുള്ള വിവാദം കേരളത്തിന് പുത്തരിയല്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടത് മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് മതപരമായി ബന്ധമൊന്നുമില്ല തുടങ്ങിയ ന്യായീകരണങ്ങൾ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഉയർത്തിയിരുന്നു. കാരണം ഹലാൽ ഭക്ഷണ സാമഗ്രികൾ വിറ്റഴിക്കുന്ന ഹോട്ടലുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ആ ബോർഡുകൾ മാറി. ഇപ്പോൾ ഹലാൽ എന്നുള്ള പ്രദർശനപരത ഏതാണ്ട് കുറേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഹലാൽ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഭക്ഷണശാലകൾ കേരളത്തിലുടനീളം വ്യാപകമാണ്. ഭാരതത്തിലുടനീളം തന്നെ ഈ ഹലാൽ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും രൂക്ഷമായ തലത്തിൽ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇപ്പോഴും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ ആണെങ്കിൽ പോലും നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഹലാൽ സംബന്ധിച്ചുള്ള വിവാദം ഭാരതീയർക്ക് പുതുമയല്ല. കേരളീയർ എന്ന് പറഞ്ഞാൽ പോരാ, ഭാരതീയർക്ക് തന്നെ പുതുമയല്ല. പക്ഷേ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന വിവാദം ഭാരതത്തിൽ നിന്നല്ല, ബ്രിട്ടനിൽ നിന്നാണ് ഹലാൽ സംബന്ധിച്ചൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ ഒരു നിമിഷം ഞാൻ പേരൊന്ന് നോക്കിക്കോട്ടെ. ഹാമർ സ്മിത്ത് എന്ന പ്രവിശ്യയിൽ, ഈ റോഡ്ഷെയറും ഹാമർ സ്മിത്തും ഒക്കെ തമ്മിൽ മാറിപ്പോകുന്നതുകൊണ്ട് ഒന്ന് നോക്കിയതാണ്. ഹാമർ സ്മിത്ത് എന്ന പ്രവിശ്യയിൽ 16 വർഷങ്ങളായി റംഗ്രേസ് എന്ന ഭക്ഷണശാല നടത്തുന്ന ഹർമാൻ സിംഗ് കപൂർ എന്ന സിഖ് വംശജൻ, ഭാരതത്തിൽ വേരുകളുള്ള സിഖ് വംശജൻ, ഈ ഹലാലിൻ്റെ പേരിൽ ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഖ് മതത്തെ സംബന്ധിച്ച്, സിഖ് മതം കൃത്യമായി പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതചര്യയെ നിയന്ത്രിക്കുന്നത് അവരുടെ 10 ഗുരുക്കന്മാർ നൽകിയ കൽപ്പനകളും അവരുടെ ഒരു അനുവാദങ്ങളും അല്ലെങ്കിൽ അനുവാദമില്ലായ്മകളുമാണ്. ആ ഗുരുക്കന്മാർ നിഷ്കർഷിച്ചിരിക്കുന്ന മാർഗത്തിലൂടെ മാത്രമേ പൂർണ്ണമായും ഒരു മനുഷ്യന് സിഖ് മതത്തെ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അവരുടെ 6ാമത്തെ ഗുരുവായ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജി കൃത്യമായി സിഖ് മതക്കാരോട് നിഷ്കർഷിച്ചിട്ടുണ്ട്, ഹലാൽ മാംസം, മറ്റൊരു മാംസവുമല്ല, ഹലാൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹലാൽ മാംസം ഇസ്ലാമിക വിശ്വാസപ്രകാരം തയ്യാറാക്കപ്പെടുന്ന മാംസമാണ്, അത് നിങ്ങൾക്ക് അനുവദനീയമല്ല. അതായത് ഒരു സിഖ് വംശജൻ യാതൊരു കാരണവശാലും ഹലാൽ മാംസം ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് സിഖ് മതത്തിൻ്റെ 6ാമത്തെ ഗുരുദേവനായ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഖ് മതക്കാർ, ആ മതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സിഖ് വംശജർ ഈ ഒരു കാര്യം കൃത്യമായി തന്നെ പിന്തുടരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റംഗ്രേസ് എന്നുള്ള ഭക്ഷണശാല പഞ്ചാബി രുചികളുടെ ഒരു ആസ്ഥാനമായിട്ടാണ് ഹാമർസ്മിത്തിലും ലണ്ടനിൽ പൊതുവേയും അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ തൻ്റെ പ്രധാന ഉപഭോക്താക്കൾ സിഖ് മതത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ ഹലാൽ ഭക്ഷണം വിൽക്കപ്പെടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഹലാൽ ഭക്ഷണങ്ങൾ വിൽക്കുന്നില്ല എന്നൊരു ബോർഡ് അദ്ദേഹം സ്ഥാപിച്ചു, ഹർമാൻ സിംഗ് കപൂർ എന്ന റംഗ്രേസിൻ്റെ ഉടമസ്ഥൻ. അതോടുകൂടി പ്രശ്നങ്ങളുടെ തുടക്കമായി. നിരവധി തവണ ആ റെസ്റ്റോറൻറ്റ് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കല്ലുകൾ എറിഞ്ഞ് ചില്ലുകൾ ഉടയ്ക്കുക, നിരവധി ആളുകൾ കൂട്ടം കൂട്ടമായി ആ റെസ്റ്റോറൻറ്റ് മുമ്പിൽ വന്ന് അകത്തേക്ക് കയറുവാൻ ശ്രമിക്കുന്ന ഉപഭോക്താക്കളെ തടയുവാൻ ശ്രമിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു അത്ര സുഖകരമല്ലാത്ത നെഗറ്റീവ് റിവ്യൂസ് നൽകി ആ റെസ്റ്റോറൻറ്റിനെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുക. സംഘടിതമായൊരു ആക്രമണം തന്നെ ഏറെക്കാലമായി ആ റെസ്റ്റോറൻറ്റിന് നേരെ ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് ഓരോ ദിവസവും ദൈനംദിനം എന്നവണ്ണം രൂക്ഷമായി വരികയായിരുന്നു. കൂടാതെ ഹർമാൻ സിംഗ് കപൂറിൻ്റെ കുടുംബത്തിന് നേരെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും ഒക്കെ കൊല്ലുമെന്നും ബലാത്സംഗം ചെയ്യുമെന്നുമുള്ള ഭീഷണികൾ നിരന്തരമായി അദ്ദേഹത്തിന് ലഭിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വന്നു നിന്ന് ബഹളമുണ്ടാക്കുന്ന ബ്രിട്ടനിലെ ഇസ്ലാമിക മതമൗലികവാദികളുടെ എണ്ണം അനുദിനം കൂടിക്കൂടി വന്നു. ഒടുവിൽ പ്രശ്നം കൈവിട്ടു പോകുമെന്നുള്ള തലത്തിൽ പോലീസ് ഇടപെട്ടിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അവർ ഹർമാൻ സിംഗ് കപൂറിനെ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ 16 വർഷത്തിന് മേലെയായി ഹാമർ സ്മിത്ത് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന റംഗ്രേസ് എന്നുള്ള റെസ്റ്റോറൻറ്റ് അദ്ദേഹത്തിന് അടച്ചുപൂട്ടേണ്ടി വന്നു. അദ്ദേഹം പുറത്തിറങ്ങി. പക്ഷേ അറസ്റ്റ് ചെയ്തത് ഈ റെസ്റ്റോറൻറ്റിന് പുറത്തു വന്നതെന്ന്, ഭക്ഷണശാലയ്ക്ക് പുറത്തു വന്നതെന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയ ഭീകരവാദികളെ അല്ല, അല്ലെങ്കിൽ പ്രശ്നക്കാരെയല്ല, അദ്ദേഹത്തെയാണ് മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെയൊരു നീക്കത്തിലേക്ക് പോലീസ് എത്തുവാനുള്ള കാരണം വളരെ ലളിതമാണ്. ഒരു പരിധിയിൽ കൂടുതൽ ബ്രിട്ടനിലെ ഒരു ജനസംഖ്യയുടെ സമവാക്യം മാറിയിരിക്കുന്നു. ബ്രിട്ടനിലെ പ്രമുഖ നഗരങ്ങളിൽ പലതിലും, അതായത് 15ഓളം നഗരങ്ങളിൽ ഏതാണ്ടൊരു ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ തന്നെ മുസ്ലിം സമുദായം വളർന്നു വന്നിരിക്കുന്നു. കുടിയേറ്റം കൊണ്ടുണ്ടായൊരു പ്രക്രിയയാണത്. കുടിയേറ്റം കൊണ്ടും ഈ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ആസൂത്രിതമായി നടത്തുന്ന ഒരു രീതി
ഇസ്ലാമിക ശക്തികളുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നടപ്പാക്കലുകൾ ലണ്ടനിൽ ഫലം കണ്ട് കൃത്യമായിട്ട് തന്നെ അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള ഈ പ്രക്രിയ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല, 1945 മുതലാണ്. അതിൻ്റെ കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രം വിശദമായൊരു വീഡിയോ ആയി പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരവസരത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ നിങ്ങളെ അറിയിക്കാം. എന്തായാലും ഇപ്പോൾ ലണ്ടൻ, റദർഫോർഡ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നഗരങ്ങളിലെല്ലാം മുസ്ലിം മേയർമാർ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ലണ്ടനിൽ കാര്യങ്ങളെത്തി. ലണ്ടനിൽ പല സ്ഥലങ്ങളും അപ്രഖ്യാപിത അല്ലെങ്കിൽ അനൗദ്യോഗിക ശരിയ നിയമം നിലവിലുള്ള പ്രദേശങ്ങളായി സാധാരണക്കാർക്ക്, അതായത് വെള്ളക്കാർക്കോ മറ്റ് ലണ്ടൻ നിവാസികൾക്കോ, മുസ്ലിങ്ങളല്ലാത്ത ലണ്ടൻ നിവാസികൾക്കോ, അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഈ പറഞ്ഞ നഗരങ്ങളിൽ ഏതാണ്ട് 15ഓളം നഗരങ്ങളിൽ ഈ അവസ്ഥകൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. നോ ഗോ സോൺസ് എന്ന് പറയും. അതായത് അങ്ങോട്ടേക്ക് പോകുവാൻ അവർക്ക് സാധ്യമല്ല. നിയമപരമായ അനുവാദമില്ല എന്നുള്ളതല്ല, നിയമപരമായി അവർക്ക് എല്ലാ അനുവാദങ്ങളും അവകാശങ്ങളുമുണ്ട്. പക്ഷേ ആ പ്രദേശത്തേക്ക് ഒരു സ്ത്രീ ഹിജാബ് ധരിക്കാതെ കടന്നുപോയാൽ അവർ ആക്രമിക്കപ്പെടും, ശല്യം ചെയ്യപ്പെടും, ചിലപ്പോൾ ക്രൂരമായി തന്നെ മറ്റെന്തെങ്കിലും ഒരു ആഭാസതരത്തിന് വിധേയമാക്കപ്പെടും. ആഭാസതരമെന്നല്ല, ഒരു ക്രൂരകൃത്യത്തിന് വിധേയമാക്കപ്പെടും. അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവർ ക്രൂരമായി ആക്രമിക്കപ്പെടും. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് അൽ ഖ്വയ്ദയിലേക്കും ഐസിസിലേക്കും ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചേരുന്നതും. ബ്രിട്ടനിൽ തന്നെ ലണ്ടൻ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നവരെല്ലാം അവരുടെ വേരുകൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള പ്രവാസികളാണ്. പ്രവാസികളെന്നല്ല, അവിടെ വന്ന് ബ്രിട്ടൻ്റെ പൗരത്വം നേടി അവിടെ താമസിച്ച് ഇനി ഞങ്ങൾക്ക് ജനാധിപത്യം വേണ്ട, ഇനി ഇവിടെ ശരിയ മതി എന്ന് തെരുവിലിറങ്ങി ബഹളമുണ്ടാക്കുന്ന, തെരുവിൽ മറ്റുള്ള മതക്കാരെയും മറ്റു വിശ്വാസികളെയും, അല്ലെങ്കിൽ മതത്തിലൊന്നും വിശ്വാസമില്ലാതെ ജനാധിപത്യത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരെയും ഭയപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പൊതുവഴികളിൽ നിസ്കരിക്കുക, അത്തരത്തിലുള്ള ഒരു പ്രദർശനപരമായിട്ടുള്ള ഈ ഒരു മതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ലണ്ടൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ മാത്രമല്ല, ബ്രിട്ടൻ ഒട്ടാകെ. അപ്പോൾ ബ്രിട്ടൻ ഒരു കൈവിട്ട ഒരു കേസായി തന്നെ ലോകം എഴുതി തള്ളി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ബ്രിട്ടൻ ഇനി രക്ഷിച്ചെടുക്കുവാൻ സാധിക്കാത്ത തരത്തിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടാകണം. അതിനുള്ള സാധ്യതകൾ അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുവാനുള്ള സമയം വൈകിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു മനസ്ഥിതിയിലേക്ക് അവർ പോയിരിക്കുന്നൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ബ്രിട്ടനിലെ കാര്യങ്ങൾ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചൊരു സംഭവം നിങ്ങളെ അറിയിക്കുവാൻ മാത്രമല്ല, ഈ ബ്രിട്ടനുമായി അസാമാന്യമായ സമാനതകൾ കേരളത്തിനുണ്ട്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ ഒരു ജനസംഖ്യയിലുള്ള ഒരു സമവാക്യം പലയിടങ്ങളിലും നമ്മളറിയാതെ തന്നെ നിശബ്ദമായി കാലാകാലങ്ങളായി ഒരു വിഭാഗം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ ചെയ്തതുപോലെ അവർ ഈ ജനസംഖ്യയുടെ ഒരു സമവാക്യം മാറ്റിമറിച്ചിട്ട് ആദ്യം അവർ ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ബ്ലോക്കായി വോട്ട് ചെയ്ത് സ്ട്രാറ്റജിക് വോട്ടിംഗ്, ടാക്റ്റിക്കൽ വോട്ടിംഗ് എന്ന് പറയും, സ്ട്രാറ്റജിക്കുമല്ല ടാക്റ്റിക്കൽ വോട്ടിംഗ് എന്ന് പറയും. അവർക്ക് വേണ്ട ആളുകളെ ജയിപ്പിച്ചെടുത്ത് അത് അവരുടെ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാവാം, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വിഡ്ഢിത്തരങ്ങൾ ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളെ ആവാം. ഇവരെയെല്ലാം ജയിപ്പിച്ചെടുത്ത് അവരുടെ ഒരു ആധിപത്യം പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലും അത്തരത്തിലുള്ള നടപടികൾ കൃത്യമായി തന്നെ അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബ്രിട്ടനിൽ അവർ ഏറെക്കുറെ വിജയിച്ച്, ഞാൻ പറഞ്ഞു, ഒരു 15ഓളം നഗരങ്ങളിൽ മേയർമാർ ഇപ്പോൾ ഇസ്ലാമിക മതമൗലികവാദികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ലണ്ടൻ്റെ മേയർ സാദിഖ് ഖാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു ഒന്നാന്തരം മതമൗലികവാദിയാണ്. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും വേഷഭൂഷാദികളിലോ നടപടിക്രമങ്ങളിലോ, അല്ലെങ്കിൽ ഒരു ദൈനംദിന അവരുടെ സ്വകാര്യ നടപടിക്രമങ്ങളിലോ അങ്ങനെ തോന്നില്ലെങ്കിലും രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാന്തരം മതമൗലികവാദിയാണ് സാദിഖ് ഖാൻ. മറ്റുള്ളവർ അതിലും രൂക്ഷമായ തലത്തിലേക്ക് ഈ മതമൗലികവാദം കൊണ്ടുപോകുന്ന ആളുകളും ഈ 15 നഗരത്തിലെയും പ്രമുഖർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖർ. ഇപ്പോൾ 15ഓളം MP-മാർ ബ്രിട്ടൻ പാർലമെൻറ്റിൽ ഈ മതമൗലികവാദികളുടെ ഇടയിൽ നിന്ന് അവരുടെ ആൾക്കാരായി നിലവിലുണ്ട്. താമസിയാതെ തന്നെ മതമൗലികവാദികൾ പിന്തുണയ്ക്കുന്ന ഗ്രീൻ പാർട്ടി എപ്പോഴെങ്കിലും അധികാരത്തിൽ വന്നാൽ ബ്രിട്ടൻ്റെ ഔദ്യോഗിക മതമായ ക്രിസ്ത്യാനിറ്റിയെ എടുത്ത് പുറത്തു കളഞ്ഞ് മറ്റെന്ത് വേണമെന്നുള്ള കാര്യം ആലോചിക്കാമെന്നുള്ള ഒരു പ്രസ്താവന തന്നെ അവർ പരസ്യമായി ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇനി എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൃത്യമായ അതേ ഒരു രീതിയിലുള്ള
നടപടിക്രമങ്ങളാണ് കേരളത്തിലും നമുക്ക് ദൃശ്യമാവുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഹലാൽ സംഭവം ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം ആലോചിച്ച് നോക്കൂ, ഹലാൽ ഭക്ഷണം ഇവിടെ വിൽക്കപ്പെടും എന്നുള്ള ബോർഡ് വയ്ക്കുവാൻ ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് അവകാശമുണ്ടെങ്കിൽ ഇവിടെ ഹലാൽ ഭക്ഷണം വിൽക്കപ്പെടില്ല എന്നുള്ള ബോർഡ് വയ്ക്കുവാനുള്ള അവകാശവും ഒരാൾക്ക് വേണം. അല്ലെങ്കിൽ രണ്ടും പാടില്ല. സത്യമല്ലേ? പക്ഷേ ഹലാൽ ഭക്ഷണത്തിൻ്റെ ബോർഡുകൾ പ്രദർശിപ്പിക്കുവാൻ അനുവാദമുണ്ട്. കേരളത്തിൽ ആലോചിച്ച് നോക്കൂ, എറണാകുളത്തൊരു സ്ത്രീ ഇത്തരത്തിലുള്ളൊരു സംരംഭം നടത്തി നോക്കി. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളും വിമർശനങ്ങളുമാണ് അവരുടെ നേർക്കുണ്ടായത്. അവരുടെ പേരും തന്നെ പറയുവാൻ ഞാൻ മടിക്കുന്നില്ല, കാരണം അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. തുഷാര എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളാണ് അവർക്ക് നേരെ ഉണ്ടായത്? എന്നാൽ തിരിച്ചോ, ഓരോ തലത്തിലും ഹലാൽ ഭക്ഷണം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പരസ്യമായും രഹസ്യമായും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഒടുവിൽ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഒരു പരിധി വിട്ട് ഒരു വാണിജ്യപരതയെ തന്നെ, അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള അവരുടെ ഒരു സംരംഭങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഈ ബോർഡുകൾ പതുക്കെ മാറ്റാൻ പലരും തയ്യാറായി തുടങ്ങി. അത് തന്നെ ഒരു പ്രതിരോധത്തിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ പോലും ആ പ്രതിരോധം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. ഇന്നും നാം പലരും അറിയാതെ തന്നെ ഹലാൽ ഭക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം പറയാൻ, വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിണാമം ലണ്ടനിലുണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ലണ്ടനിൽ ഹർമാൻ സിംഗ് കപൂർ അറസ്റ്റിലായത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം. ലണ്ടൻ കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ബ്രിട്ടൻ കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് ലോകരാജ്യങ്ങൾ നമ്മളെ കാണുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തുമോ? ഭാരതത്തിൽ എത്ര കാലം BJP ഭരണത്തിലിരിക്കും? BJPക്ക് എത്ര കാലം കേരളത്തിനെ അത്തരത്തിലൊരവസ്ഥയിൽ നിന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുവാനാകും? പ്രത്യേകിച്ച് ഇതുവരെ, ഈ നിമിഷം വരെ, മാർച്ച് 17, 2026 വരെ BJPക്ക് ഗണ്യമായൊരു അധികാരം കേരള ജനത നൽകിയിട്ടില്ലാത്തൊരവസരത്തിൽ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിൻ്റെ അധികാരമില്ലാതെ കേന്ദ്രത്തിന് മാത്രമായി ഒരു സംസ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ചെയ്തതുപോലെ കൃത്യമായ രൂക്ഷമായ നടപടികൾ എന്തെങ്കിലും കേരളത്തിന് മേൽ എടുക്കുവാൻ കേന്ദ്രം നിർബന്ധിതരാകണം. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദികൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന കേരള ജനത തന്നെയായിരിക്കും. എന്തായാലും ലണ്ടൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പാണ്. UAE പോലുള്ള രാജ്യങ്ങൾ കാലാകാലങ്ങളായി ബ്രിട്ടനിലെ സർവകലാശാലകൾക്ക് നൽകിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പുകൾ പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? UAEയിലെ യുവജനങ്ങൾ ലണ്ടനിലെ സർവകലാശാലയിൽ പോയി തീവ്രവാദ ആശയങ്ങൾക്ക് അടിപ്പെട്ട് തിരികെ വന്ന് UAEയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള പേരിൽ. ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇത് പറഞ്ഞ് സ്കോളർഷിപ്പുകൾ റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരമായി പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ മതമൗലികവാദികൾ വരുവാൻ പോകുന്നത് ഈ മതേതരത്വത്തിൻ്റെ പേരിൽ ഇത്തരം മതമൗലികവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്നായിരിക്കും, അല്ലാതെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നല്ല, അറബ് രാജ്യങ്ങളിൽ നിന്നായിരിക്കില്ല എന്ന് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കുള്ള മുന്നറിയിപ്പ്. ലണ്ടനും UAEയും ഒക്കെ നിരന്തരം നമുക്ക് നമ്മുടെ മുൻപിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയും വാക്കുകളിലൂടെയും മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കണോ വേണ്ടയോ ആ മുന്നറിയിപ്പുകളെ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.